ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുള്ള ബഹിഷ്കരണ ക്യാമ്പയിനുകളും പ്രചാരണങ്ങളും ഉന്നമാക്കിയായിരുന്നു US കോൺഗ്രസിൽ ആന്റി ബോയ്ക്കോട്ട് ബിൽ അവതരിപ്പിച്ചത്. അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ബഹിഷ്കരണ ക്യാമ്പയിനുകളിൽ പങ്കാളികളാകുന്നതും അത്തരം ക്യാമ്പയിനുകൾക്ക് വിവരം കൈമാറുന്നതുമെല്ലാം ക്രിമിനൽ കുറ്റമാക്കുകയായിരുന്നു ബില്ലിന്റെ ലക്ഷ്യം. സഖ്യരാജ്യങ്ങളെന്ന് പൊതുവിൽ പറയാമെങ്കിലും ഇസ്രായേലിനെതിരെ ആഗോളതലത്തിൽ നടക്കുന്ന ബോയ്ക്കോട്ട്, ഡൈവേഴ്സ്മെന്റ്, സാങ്ഷൻസ് എന്ന ഫലസ്തീൻ അനുകൂല ക്യാമ്പയിൻ തന്നെയായിരുന്നു ഉന്നം. അതോടൊപ്പം UN, യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ നടത്തുന്ന ബഹിഷ്കരണ പ്രഖ്യാപനങ്ങളും നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിരുന്നു. ന്യൂജേഴ്സിയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിനിധി ജോഷ് ഗോഡ്ഹെയ്മറും ന്യൂയോർക്കിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പ്രതിനിധി മൈക്ക് ലോവ്ലറും ചേർന്നായിരുന്നു നിയമം അവതരിപ്പിച്ചതെന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേൽ ബഹിഷ്കരണത്തെ പിന്തുണയ്ക്കുകയോ സഹായിക്കുകയോ ചെയ്താൽ 20 വർഷം വരെ തടവിൽ കഴിയേണ്ടി വരും. $1 മില്യൺ വരെ പിഴയും വരുന്ന നിയമമാണിത്. എന്നാൽ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല എന്ന് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരും ഡെമോക്രാറ്റുകളും വലിയ വിമർശനമാണ് ഉയർത്തിയത്. അതോടെ നിയമത്തിനുമേൽ US കോൺഗ്രസിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന വോട്ടെടുപ്പ് റദ്ദാക്കിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അഥവാ മാഗ ടീമിലെ പ്രമുഖർ വരെ നിയമത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇസ്രായേലിനെതിരായ പ്രതിഷേധങ്ങളെയും വിമർശനങ്ങളെയും എല്ലാം ക്രിമിനൽ വൽക്കരിക്കുന്നതാണ് നിയമമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. എന്തൊക്കെ വാങ്ങണമെന്നതും ബഹിഷ്കരിക്കണമെന്നതും അമേരിക്കക്കാരുടെ അവകാശമാണെന്നും അതിന്റെ പേരിൽ അവരെ ജയിലിലടയ്ക്കാനും പിഴ ചുമത്താനും ഭരണകൂടത്തിന് അധികാരമില്ലെന്നുമാണ് ജോർജിയയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ അംഗം മാർജോറി ടൈലർ ഗ്രീനി വ്യക്തമാക്കിയത്. വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ബില്ലിൽ എന്തിനാണ് വോട്ടെടുപ്പ് നടക്കുന്നതെന്ന് അറിയില്ല. വോട്ടെടുപ്പ് നടന്നാൽ എതിർത്ത് വോട്ട് ചെയ്യുമെന്നും മാഗ അംഗം കൂടിയായ മാർജോറി അറിയിച്ചിരുന്നു. ബില്ല് നിയമമായാൽ ഈ പിഴയിൽ നിന്നും തടവ് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ എത്ര ഇസ്രായേൽ ഉൽപ്പന്നങ്ങളാണ് തന്റെ വീട്ടിൽ വേണ്ടി വരിക എന്ന പരിഹാസമായിരുന്നു ഫ്ലോറിഡ റിപ്പബ്ലിക്കൻ പ്രതിനിധിയായ മാറ്റ് ഗേറ്റ്സ് നടത്തിയത്. ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ വീടിന് പുറത്തു നിർത്തിയാൽ തന്റെ കുടുംബത്തിന്റെ സുരക്ഷ അപകടത്തിലാകുമോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. അമേരിക്കൻ സർവകലാശാലകളിൽ ഫലസ്തീൻ അനുകൂലികൾക്കെതിരെ ഭരണകൂട വേട്ട തുടരുമ്പോഴാണ് ഇസ്രായേൽ അനുകൂല നിയമത്തിൽ US കോൺഗ്രസിൽ നടക്കേണ്ട വോട്ടെടുപ്പ് മുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു വോട്ടെടുപ്പ് നിശ്ചയിച്ചിരുന്നത്. അതിനിടെ ഇസ്രായേലിനോട് കാലങ്ങളായി അമേരിക്ക സ്വീകരിച്ചു വരുന്ന നിലപാടിൽ മാറ്റമുണ്ടാകുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഇനി അമേരിക്കയുടെ താല്പര്യം മാത്രം നോക്കിയാൽ മതിയെന്ന നിലപാടാണ് പുതിയത്. ഇസ്രായേലിനോടൊരു സൂചന പോലും നൽകാതെ ഹൂത്തികളുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അതിന്റെ തുടക്കമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇസ്രായേലിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ചൊടിപ്പിക്കുക മാത്രമല്ല, കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നതാണ് പുതിയ നീക്കങ്ങൾ. പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ നെതന്യാഹുവിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ ട്രംപ് തീരുമാനമെടുത്തതായാണ് പുതിയ വിവരങ്ങൾ. നെതന്യാഹുവിന്റെ നയനിലപാടുകളിൽ ട്രംപ് അസ്വസ്ഥനാണെന്നാണ് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നെതന്യാഹുവിനെ കാത്തിരിക്കേണ്ട എന്നാണ് തീരുമാനം. ഇസ്രായേലുമായി ആലോചിക്കാതെ പശ്ചിമേഷ്യൻ ദൗത്യങ്ങളുമായി മുന്നോട്ട് പോകും. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുമായുള്ള സഹകരണമാണ് അതിൽ ഏറ്റവും പ്രധാനം.